Hi friends, welcome to my channel. ഇന്ന് ഞാൻ മാമ്പഴം കൊണ്ടുള്ള അടിപൊളി ഒരു മാംഗോ ലസ്സിയും ഒരു മാംഗോ മൂസും ആണ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ സാധാരണ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെല്ലാം പോകുമ്പോൾ കഴിക്കുന്നതാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസേർട്ടാണത്. മാംഗോ മൂസ് നമ്മൾ സാധാരണ ഏത് ഒക്കേഷനിലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്നൊരു മാമ്പഴം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസേർട്ടാണ്. അപ്പം മാംഗോ മൂസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മാംഗോ മൂസ് ഉണ്ടാക്കാനായിട്ട് അൽഫോൺസോ എന്ന് പറയുന്ന മാങ്ങായുടെ ഇനത്തിൽപ്പെട്ട നല്ല പഴുത്ത ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ അരിഞ്ഞു വെച്ച ഈ മാമ്പഴം നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം ഈ മാമ്പഴത്തിലുള്ള ഈ വെള്ളം തന്നെ ധാരാളമാണ്. ഒത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പം ആ രൂപത്തിൽ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് നമുക്കൊരു സാമാന്യം വലിപ്പമുള്ള ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ക്രീമി ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഷുഗർ പൗഡറോ അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിനി നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നോടം വരെ ഒരു 3 to 4 മിനിറ്റ്സ് എങ്കിലും നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഒരു 3 തവണയായിട്ട് ആഡ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരു ഫോൾഡിങ് രീതിയിലാണ്. ഇത് 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ മാമ്പഴത്തിന് നല്ല കളർ ഉണ്ടായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഫുഡ് കളറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മാംഗോ മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത ഇനി മാംഗോ ലസ്സി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മാംഗോ ലസ്സി നമ്മൾ സാധാരണ ഏത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. മാംഗോ ലസ്സി ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു മാമ്പഴം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് യോഗട്ട്, 1/4 കപ്പ് ഷുഗർ, 1/4 കപ്പ് ഫ്രോസൺ മിൽക്ക്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും പിസ്തായും ഗാർണിഷ് ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ് 1 പിഞ്ച് വേണം, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമുക്ക് ആദ്യം അല്പം ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്തായും അതേപോലെ കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് ഇത് സെർവ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും 2 റെസിപ്പിയും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അപ്പം എല്ലാവരും മാംഗോ ലസ്സി ട്രൈ ചെയ്യണം, മാംഗോ മൂസ് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Please subscribe my channel. Thanks for watching and see you next time.